അമ്മച്ചേ തേര് പറഞ്ഞിട്ടാ തേരാ റോഡിന്റെ നീളവും വീതി കളക്കണ്ടല്ലോ അമ്മച്ചേ. തേര് തോട്ടിപ്പോ അത് പോരാ. എത്തിട്ടാ. അയ്യോ മിഥുൻ ചക്രവർത്തി ആടാ ആ മിനിമോളെ അപ്പട മുത്തേ. ആ പുതിയ പൂമ്പാറ്റ മേടിച്ചാ? അയ്യോ പൂമ്പാറ്റ പൂമ്പാറ്റ മേടിച്ചു. ബാബു പുതിയ സൈക്കിളാണോടാ? ഞാൻ റൗണ്ട് പോയിട്ടാ തൊട്ട് പോരുത്. മനുഷ്യ കുറിച്ച് മേടിച്ചതാനാ. ഹിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം. സിനിമയുടെ ബാക്കി കഥ പറടാ. ഏതായിരുന്നു അമ്മച്ചി? മറന്നൂലോ. ആ മാഷിക്ക് പെണ്ണിനെ കിട്ടിയതേ. ഓർമ്മ പോയ പെണ്ണ് മൂന്നാമ്പരാ. അവള് വീട്ടിലേക്ക് തിരിച്ചു പോവാ. തീവണ്ടി കേറണ വരെ നീ പറഞ്ഞു. അതൊരു പറഞ്ഞല്ലോ. അതുവരെ പറഞ്ഞു. പിന്നെയോ എന്നിട്ട് കമലഹാസൻ സ്റ്റേഷനിലേക്ക് വരും. അപ്പൊ ആളീ ചെളിയിലേക്ക് വീണെന്നുണ്ട് ആകെ ഒരു ജാതി വേഷൊക്കെയാണ്. ആള് വന്നിട്ട് വിജി വിജി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ശ്രീദേവി തിരിഞ്ഞു നോക്കും. പക്ഷെ അവൾക്ക് മനസ്സിലാവില്ല. ഓർമ്മ വന്നതിന് ശേഷം അവള് കഥയൊക്കെ മറന്നു വെച്ചു. എന്നിട്ട് ഇവൻ പണ്ട് ചെയ്ത പോലെ കമലഹാസൻ ഇങ്ങനെയൊക്കെ കൊരങ്ങനെ പോലെ കാണിക്കും. നന്നായിട്ടാ കലക്കിട്ടാ. ശരിക്കും അതുപോലെ പറയടാ ജോസേ. പഠിച്ച് പണി 18 നോക്കിയിട്ടും കമലഹാസനെ ശ്രീദേവിക്ക് മനസ്സിലാവണില്ല. അപ്പൊ തീവണ്ടി സ്റ്റാർട്ടാവും. കമലഹാസൻ തീവണ്ടിയുടെ മേലെ നല്ല ഓട്ടോ ഓടി കഴിയുമ്പോ പ്രാന്തനാണെന്ന് കരുതിട്ട് എന്തിനാണ് സാധനം ചോറ ഇഡ്ലിയാ ഇതിനാണ്ട് കവറിലിട്ട് കൊടുക്കും. സങ്കടാവും ചെയ്യും. പിന്നെ ആള് ഈ തലയിൽ കലം വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കാണിക്കും ഓർമ്മ വരാൻ വേണ്ടി. എന്നിട്ടാ വല്ല കാര്യം ഉണ്ടോ? തീവണ്ടിയാ പോവും. കമലഹാസൻ സ്റ്റേഷനിൽ കിടന്ന് വിജി വിജി എന്ന് പറഞ്ഞ് കരഞ്ഞ് സിനിമ അവസാനിക്കും. അത് തന്നെ. ഹായ് നീ ഉണ്ടായിരുന്നു ഇവിടെ? എന്തണ്ടിൽ സി നിനക്കൊരു വയ്യായ പോലെ ഡോക്ടറെ കാണണം. അമ്മച്ചി നോക്കിയ എന്തോ കുഴപ്പമില്ലേ? നിങ്ങൾ ആരോടെയായിരുന്നു? ഞാൻ ചന്തയില്. നിങ്ങൾ ചന്തയിൽ മറിയുടെ കാറ് കയറി പോണത് കണ്ടവരുണ്ട്. നീ എന്ത് മനോഹരമായ സന്ധ്യയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അമ്മച്ചി ഞാൻ സെക്കൻഡ് പോവാട്ടോ. ബാബു മാഷിനെ അവള് തിരിച്ചറിയില്ല ഒരിക്കലും. സിനിമല്ലേ അമ്മച്ചി. നിന്നോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടാ മറിയന്റെ കൂട്ടുകാരത്തിയാന്ന്. നിങ്ങൾ വല്ലാണ്ട് വിളമ്പണ്ടാട്ടാ. നാട്ടുകാർക്കൊക്കെ അറിയാം അവളുടെ തനിക്കോണം. അവൾക്ക് എന്നിട്ട് കുഴപ്പം? തിന്നും കുടിച്ച് ജീവിതം സൂഹിക്കല്ലേ. ഒന്ന് കഴിഞ്ഞൊടിച്ച കൂടെ വാലടിച്ചില്ല നിങ്ങളെ പോലുള്ള കുറെ ആണുങ്ങളും. അതിനാണല്ലോ അവൾ ഒറ്റയ്ക്ക് കഴിയണേ. എടി വെള്ളപ്പാറ്റെ ഒറ്റയ്ക്ക് പൊട്ടാന്നിന്റെ വിചാരം അത് വെറുതെ ഉണ്ടാ. മറിയുന്നല്ല 1ാം ക്ലാസ് പെണ്ണാണ്. അപ്പൊ പിന്നെ ഞാൻ പറയണോ? പിന്നല്ലാണ്ട് അമ്മച്ചി ഒരു മുറുക്കാനങ്ങനെ എടുത്ത് കൊല്ല. അന്ന് ഞാൻ പറഞ്ഞ വെള്ള വല്യ പിന്നോളെ കെട്ടിയായിരുന്നു. അപ്പാ കബീഷിനെ പോലെ എല്ലാ കുരങ്ങന്മാർക്കും വാൽന്നിടാൻ പറ്റോ? അതറിയില്ലടി മുത്തേ. പക്ഷേ അതേപോലെ ഇടയ്ക്ക് നാക്ക് നീട്ടുന്ന ചില കൊരങ്ങത്തികളുണ്ട്. എവിടെ? അകത്ത്. അമ്മയോ? കണ്ടിട്ടില്ലേ ചില നേരത്തെ അമ്മയുടെ മുഖം? ജോസേ മറിയത്തിന്റെ വീടിന്റെ മുമ്പിൽ കൂടെ റോന്ത് ചുറ്റണ പരിപാടി ഇപ്പോഴും ഉണ്ടോടാ പൊർജുന്? അമ്മച്ചി എന്തിട്ട് പറയണേ? ഓരോ ദിവസം അവളെ കണ്ടില്ല അവന് പ്രാന്തണ്. അവക്കത് അറിയുകയും ചെയ്യാം. കലക്കി എന്ത് മണാണ്ടി? നീ എങ്ങനെയുണ്ട് അകത്തേക്ക് വന്നേ? നിന്റെ അപ്പന്റെ മതില് ചാടി. എന്താ ഉദ്ദേശം? നിന്നെ ഒന്ന് കാണാൻ വന്നാടി. അപ്പൊ പടിയടക്കാൻ വന്നപ്പോ കണ്ടില്ലേ നീ? നീങ്ങിന്നേ വിടറോ മാറങ്ങട്.
അറിയേ അറിയേ നോക്കിയേ എന്ത് മീനാണ്ടി നീ വാതിൽ പറഞ്ഞ വയറെത്തിട്ട് പോയാ എന്തെങ്കിലും തിന്നെന്താ തുറക്ക് കാണിച്ചു തരാം ഇനി എന്നാടി ഞാൻ ചത്തട്ടോ പോടാ. അറിയേ ഒരു ഉമ്മരോടി തരാടാ നിനക്ക് ഞാൻ. നിക്കടാ. ടാ. കൊല്ലൂടാ നിന്നെ ഞാൻ. ടാ. പോടാ. പൊക്കടേ ഞാൻ പോക്കടാ പൊക്കടേ അപ്പാ തെണ്ടിത്തരാട്ടാ ചെയ്തേ, മറക്കില്ല കേട്ടോ.